ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഭീമൻ കണവയെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇതിനെ കല്ലങ്കണവ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ ഇതിനെ പറയുന്ന പേരെന്താണെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യൂ. അപ്പോൾ അമ്മ വേഗം അതൊക്കെ അറുത്ത് കഴുകി നന്നായി വൃത്തിയാക്കുന്നുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ, ഇതാണ് കണവയുടെ നാവ്. ഇതൊക്കെ നമ്മൾ ലവ് ബേർഡ്സിന് കഴിക്കാനൊക്കെ ആയിട്ട് കൊടുക്കും. കണ്ടില്ലേ, ഇവിടെ ഒരാൾ ഇതാ തെങ്ങിൽ വലിഞ്ഞു കയറാൻ നോക്കുന്നുണ്ട്. അവൻ്റെ അപ്പൻ അവനെ പുറകിൽ നിന്ന് തള്ളി സഹായിക്കുന്നുമുണ്ട്. ആ സമയം കൊണ്ട് അമ്മ മീനൊക്കെ മുറിച്ച് കഴുകിയെടുത്തു. അമ്മ അതെല്ലാം കൂടി ഒരു കുക്കറിൽ കുറച്ച് ഇഞ്ചി കൂടി ചതച്ചിട്ട് വേകാനായിട്ട് വെച്ചു. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഉരുളി വെച്ച് കുറച്ച് എണ്ണ ഒഴിക്കാം. അതിലേക്ക് കടുക്, വറ്റൽ മുളക്, കറിവേപ്പില ഇത്രയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം സവാള ഇട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കാം. സവാള നന്നായി വഴണ്ട് കഴിയുമ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് നല്ല രീതിയിൽ പച്ചമണം മാറുന്നവരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് ചൂടാക്കിയ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കണവ ഇവിടെ വെന്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഗ്രേവിയിലേക്ക് നമുക്ക് ആ വേവിച്ചെടുത്ത കണവ കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വേവിക്കാം. കണവ വേവിച്ച വെള്ളം കൂടി ഇതിൽ ചേർക്കുന്നത് ടേസ്റ്റ് അല്പം കൂടി കൂട്ടുന്നതിന് നല്ലതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരുമ്പോൾ മൂടി വെച്ച് വേവിക്കാം. അതിനുശേഷം നമ്മൾ മൂടി തുറന്ന് കഴിയുമ്പോൾ നല്ല രീതിയിൽ ഒന്ന് വറ്റി വന്നിട്ടുണ്ടാവും. അത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അടിയിൽ പിടിക്കാതെ നോക്കണം. അപ്പം നമ്മുടെ ഈ കണവ റോസ്റ്റ് ചോറിൻ്റെ, അപ്പത്തിന്, ഇടിയപ്പത്തിന്, കപ്പയുടെ, ഇഡലിയുടെ എല്ലാം കൂടെ നല്ല ബെസ്റ്റ് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.